ഹലോ ഗായ്സ്, വെൽക്കം ടു ഫോസ്റ്റർ. ഇന്ന് നമുക്ക് പ്രൈസ് ആക്ഷൻ സീരീസിന്റെ 10th എപ്പിസോഡിലെ 9th എപ്പിസോഡായിട്ടുള്ള ഡീകോഡ് ദ മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മൾ 8th എപ്പിസോഡ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഡീകോഡ് ദ മാർക്കറ്റ്, എന്താണ് ഡീകോഡ് ദ മാർക്കറ്റ്, അതിനെ കുറിച്ചിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എന്താണ് ശരിക്കും ഡീകോഡ് ദ മാർക്കറ്റ്? സോ നമ്മൾ ലിക്വിഡിറ്റി പഠിച്ചു കഴിഞ്ഞു, നമ്മൾ ഓർഡർ ഫ്ലോ പഠിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ മാർക്കറ്റിനെ നമ്മൾ ഡീകോഡ് ചെയ്തിട്ടില്ലെങ്കിൽ, എന്താണ് ഡീകോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിന്റെ സ്ട്രക്ചറിനെ എന്ത് ചെയ്യാണ്, ഒരു സിമ്പിൾ ഫോമാറ്റിലേക്ക് നമ്മൾ മാറ്റുവാണ്. അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് നമ്മൾ റിയൽ മണി വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡീകോഡ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ NSEയിലൊക്കെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ കാണാം, FISന്റെയും DISന്റെയും ഒക്കെ ഡാറ്റ ഡീകോഡ് ചെയ്തിട്ടാവും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യുക, ട്രേഡിലോട്ട് വരിക. നമ്മൾ NSEയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിലൊക്കെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം OI പൾസ് ഒക്കെ എത്രത്തോളം നമുക്ക് നമ്മളെ NSEയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മനസ്സിലാക്കാം, ഈ നിഫ്റ്റിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ്റെ ഒക്കെ റിയൽ ഡാറ്റാസ് നമുക്ക് എല്ലാ 2 സെക്കൻഡ് കൂടുമ്പോഴും നമുക്ക് കിട്ടും. അതിൽ നമ്മൾ ബിഡ് ചെയ്യുന്നവർ, ആസ്ക് ചെയ്യുന്നവർ, അതുപോലെ തന്നെ സ്ട്രൈക്സിലൊക്കെ വെച്ചിട്ട് ഈ ഡീകോഡ് ചെയ്യും. ഈ ഡീകോഡ് ഡാറ്റ വെച്ചിട്ട് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് ചെയ്യുക. അതിനാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ഫ്ലോ അനാലിസിസ് എന്തുകൊണ്ടാണ് പഠിക്കേണ്ട ആവശ്യം, അത് പഠിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റിനെ ഡീകോഡ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് പ്രൈസിന് നമ്മൾ റീഡ് ചെയ്യുന്നത് ഒരു പ്രോ ട്രേഡർ എങ്ങനെയാണോ റീഡ് ചെയ്യപ്പെടേണ്ടത് അതുപോലെയാണ് നമ്മൾ റീഡ് ചെയ്യപ്പെടേണ്ടത്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ദ മാർക്കറ്റ് ഇന്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു റീസൺ ഇല്ലാതെ ഒരു ആക്ഷൻ മാർക്കറ്റ് എടുക്കില്ല. നമ്മളൊരു റാൻഡം മൂവ്മെന്റ് മാർക്കറ്റ് ഒരിക്കലും നടത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ റിയൽ ചാർട്ടിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, മാർക്കറ്റ് ഒരു ഇന്റൻഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു മാർക്കറ്റ് ഒരു മൂവ്മെന്റ് നടത്തൂല. കാരണം നമ്മൾ ബേസിക്കലി മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് വാർ നടക്കുന്നുണ്ട്, ബയോവാസ് നടക്കുന്നുണ്ട്, ഒരുപാട് അൺസർട്ടനിറ്റി ലോകത്ത് നടക്കുന്നുണ്ടെങ്കിലും ഒരു 80% മാർക്കറ്റ് മൂവ് ചെയ്യുക ടെക്നിക്കലിയാണ്. ടെക്നിക്കലി ഉള്ള റിയൽ വോളിയത്തിനനുസരിച്ചിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. കാരണം എന്താ, മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ആവശ്യമാണ്. ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി വേൾഡിൽ എന്ത് ന്യൂസും വന്നോട്ടെ, ഇതൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഗോൾഡിന്റെ ചാർട്ടിൽ, ഈ ഒരു 1 അവർ ചാർട്ടിൽ ഒരു ഫാള് വന്നു, ഗ്യാപ് ഡൗൺ വന്നിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള കാരണം എന്താണ്? മാർക്കറ്റ് ന്യൂസ് ആണ്. അതായത് ഹോർമൂസ് ഓപ്പൺ ചെയ്തതും ക്ലോസ് ചെയ്തതുമായി ബന്ധപ്പെട്ട ന്യൂസിന്റെ അൺസർട്ടനിറ്റിയോട് ഉണ്ടാക്കിയിട്ടുള്ള ഗ്യാപ്പാണ് 1 അവറിലെ ഗ്യാപ്പ്. ഇവിടെ നമ്മൾ ക്ലിയർലി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, മുകളിലെ 2 ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഈ മാർക്കറ്റ് നിൽക്കുന്നത്. സോ മാർക്കറ്റിന് മുകളിലോട്ട് പോകേണ്ട ആവശ്യം മാർക്കറ്റിനില്ല. മാർക്കറ്റിന് ഇന്റൻഷൻ മുകളിലോട്ടില്ല, അതുകൊണ്ട് മാർക്കറ്റ് താഴോട്ടേ വരുള്ളൂ. സോ നമ്മൾ അത് മനസ്സിലാക്കാതെ നമ്മൾ ഫണ്ടമെന്റൽ ന്യൂസിന് പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹ്യൂജ് ലോസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അതുകൊണ്ട് മാർക്കറ്റിനെ ഡീകോഡ് ചെയ്യുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്തോട്ടെ, പക്ഷേ നമുക്ക് ഇത് ഡീകോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആസ് എ ട്രേഡർ നമ്മൾ ഫെയിലിയർ ആയി പോകും. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് ഡീകോഡ് ചെയ്യാൻ, ഏതെല്ലാം ഡാറ്റാസ് വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലാക്കുക? മാർക്കറ്റിനെ മനസ്സിലാക്കേണ്ടി വരുന്ന ഒരൊറ്റ കാര്യം നമുക്ക് ഒബ്സർവേഷൻ ആണ് മാർക്കറ്റിൽ വേണ്ടത്, പ്രിഡിക്ഷൻ അല്ല. നമുക്ക് പ്രിഡിക്ഷൻ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. നമുക്ക് മാർക്കിന് റിയൽ ഒബ്സർവേഷൻ ആണ്. മാർക്കറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ട് വോളിയം അനുസരിച്ചിട്ട് നമ്മൾ നോക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 50 മിനിറ്റ്സിന്റെ ചാർട്ട് നോക്കുക. ഗോൾഡിന് ഇപ്പോൾ ലൈവ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലൈവ് ട്രേഡിൽ നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റ് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒരു വോളിയം മാത്രമേ ഉള്ളൂ, എങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാൻ നോക്കുക. മാർക്കറ്റ് നമുക്ക് മനസ്സിലാക്കാം, മാർക്കറ്റ് നമ്മൾ മുന്നേ വരച്ചിട്ട പ്രൈസ് ലൈൻ ആണിത്. ഇവിടെ 2 വട്ടം വന്ന് അവരെ 2 വട്ടം വന്നതിന് ശേഷമുള്ള ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിന്റെ ഫർദർ ലിക്വിഡിറ്റി ഉള്ളത് താഴ്ഭാഗത്താണ്, ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി സ്ലോലി എടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിന് എന്ത് വേണോ, മാർക്കറ്റിന് ഇങ്ങോട്ട് വരേണ്ടതുണ്ട്. ഈ ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, ഒരു പൂളായിട്ട് മാർക്കറ്റ് കൺസിഡർ ചെയ്യുന്നത്. സോ മാർക്കറ്റിന് താഴോട്ട് വരേണ്ടതുണ്ട്. മാർക്കറ്റ് ഏതുവരെ വരാം? മാർക്കറ്റിന് നിയറസ്റ്റ് ലിക്വിഡിറ്റി കിടക്കുന്നത് ഈ ഭാഗത്താണ് കിടക്കുന്നത്. ഈ ലൈൻ
4645 എന്ന് പറഞ്ഞ ഈ ഒരു പ്രൈസ് ലൈനിന്റെ മോഡലാണ് മാർക്കറ്റ് ലിക്വിഡിറ്റി ഉള്ളത്. സോ മാർക്കറ്റ് സ്ലോലി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാർക്കറ്റ് നമുക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈസ് ഓൺ ഡൗൺ ട്രെൻഡ്. സി മാർക്കറ്റ് ക്ലിയർലി ഒരു ഡൗൺ ട്രെൻഡ് ആണ്. എല്ലാ അപ്സൈഡിൽ നിന്നും മാർക്കറ്റിന് ക്രോസ് ചെയ്തിട്ട് മാർക്കറ്റിന് പോകാൻ പറ്റുന്നില്ല. എഗെയിൻ മാർക്കറ്റ് ഇപ്പോൾ 4674 ഉള്ളത്. എഗെയിൻ മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നത് 4645 എന്ന റേഞ്ചിലാണ്. ഇവിടെ നിന്നാണ് റിയൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുക, ഒരു മൂവ്മെന്റ് മാർക്കറ്റ് പൊട്ടൻഷ്യലി നടത്തുക. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, മാർക്കറ്റ് ഒരു ഇന്റൻഷൻ ഇല്ലാതെ ദർ ഈസ് എ റീസൺ ബിഹൈൻഡ് ദ ആക്ഷൻ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കിയത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഒരു ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റിയും, അതുപോലെ തന്നെ ലിക്വിഡിറ്റി മാത്രം പോരാ, മാർക്കറ്റിന് ഒരു ഡയറക്ഷൻ തന്നെ ഉണ്ട്. മാർക്കറ്റ് ആ ഡയറക്ഷനിലെ മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. ആ പോകുന്ന വഴിക്ക് എല്ലാ ലിക്വിഡിറ്റിയും ഗ്രാബ് ചെയ്ത് പോകാന്ന് മാത്രമേ മാർക്കറ്റ് ചെയ്യുന്നുള്ളൂ. അത് നിങ്ങൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സോ നമ്മൾ എന്താണ് ഡീകോഡ് ദ മാർക്കറ്റ്? അതായത് മോസ്റ്റ് ട്രേഡേഴ്സ് ഈ ക്യാൻഡിൽസ്, അതായത് അധിക ട്രേഡേഴ്സും കാണുന്നത് ക്യാൻഡിൽസ് ആണ്. പക്ഷേ പ്രൊഫഷണൽസ് കാണുന്നത് ആ ആക്ഷൻ ഉണ്ടായിട്ടുള്ള റീസൺ എന്താണെന്നാണ് പ്രൊഫഷണൽസ് നോക്കുന്നത്. സോ നമ്മൾ കാണുന്നത് എന്താണ്? ക്യാൻഡിൽസ് ആണ്. ക്യാൻഡിൽസ് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ അവർ ചെയ്യുന്നത് റിയൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ടോ, പ്രൈസിന് താഴോട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, മാർക്കറ്റ് ഒരു ലിക്വിഡിറ്റി കംപ്ലീറ്റ് ഗ്രാബ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, താഴോട്ട് വന്നിട്ടുള്ളത്. അതായത് മുകളിൽ ലിക്വിഡിറ്റി മാർക്കറ്റിന് അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ വന്നിട്ട് മാർക്കറ്റ് ഇതിന്റെ ലോ, അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി പ്ലേസ് ചെയ്യുന്ന ഏരിയാസ് ആണത്. പ്രീവിയസ് ഡേ ഹൈ ഇവിടെ ഈ ഒരു റീജിയനിൽ, അതുപോലെ തന്നെ പ്രീവിയസ് ഡേ ലോ, അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇത് നമുക്കൊരു സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എവിടെയാണ് ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി, അതായത് ഓർഡേഴ്സ്, അപ്പോൾ അവർക്ക് പഞ്ച് ചെയ്യാനുള്ള, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പഞ്ച് ചെയ്യാനുള്ള ഓർഡേഴ്സ് എവിടേക്കാണ് അവൈലബിൾ ആവുക, ആ ഒരു റീജിയനിലായിട്ടാണ് മാർക്കറ്റ് മൂവ്മെന്റ് നടത്തുക. സോ നമ്മളെപ്പോഴും മനസ്സിലാക്കണം മാർക്കറ്റിന്റെ ഡയറക്ഷൻ എന്താണെന്നുള്ളത്. അത് നമുക്ക് അഡ്വാൻസ് സെക്ഷനിൽ നമുക്കത് ക്ലിയർ ആയിട്ട് നമുക്ക് ഓർഡർ ഫ്ലോ അനാലിസിസ് വെച്ചിട്ടും അത് ഡെപ്ത് ഓഫ് മാർക്കറ്റ് വെച്ചിട്ട് നമുക്ക് ഓരോ ക്യാൻഡിൽ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓരോ ക്യാൻഡിൽ എന്താ ഉദ്ദേശിക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാൻ പറ്റുക. ഇതിപ്പോൾ 15 മിനിറ്റ്സിന് ഒരു ക്യാൻഡിൽ എടുക്കുക, സിമ്പിൾ ഒരു അനാലിസിസ് പറഞ്ഞുതരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഈ ഒരു റീജിയനിലാണ് മാർക്കറ്റിന് എന്തുള്ളത്, ഇതാണ് മാർക്കറ്റിന് റിയൽ ലിക്വിഡിറ്റി ഉള്ളത്. ഓക്കെ, ഇതാണ് മാർക്കറ്റിന്റെ റിയൽ ലിക്വിഡിറ്റി. അതിന് മുന്നേ നമുക്ക് മനസ്സിലാക്കാം, മാർക്കറ്റ് ഈ ഒരു പോയിന്റ് നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് അപ്പർ സൈഡിലോട്ട് പോയിട്ടുണ്ട്. ഈ അപ്പർ സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ വോളിയം നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം, ഒരു സ്ട്രോങ് വോളി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി പ്രീവിയസ് വോളിയത്തിനെ നമുക്ക് ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ സ്ട്രോങ് ഗ്രീൻ ആണത്. ഈ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രീവിയസ്ലി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് 4684, ഇവിടെ പ്രൈസ് നോക്കണേ, 4684 എന്ന് പറഞ്ഞ പ്രൈസ് മാർക്കറ്റ് 4769, അതായത് നിയർലി ഒരു 90 പോയിന്റ്സ് മാർക്കറ്റിൽ മൂവ്മെന്റ് നടത്തിയിട്ടുണ്ട്. സോ ഒരു റിയൽ ലിക്വിഡിറ്റി എന്നാണ് മാർക്കറ്റ് കയറി. കാരണം ഒരു വലിയൊരു ഫാള് കഴിഞ്ഞതിന് ശേഷം ഹെവി ഒരു ബൈങ് വോളിയം വന്നതിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലോട്ട് കൊണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, ഇനിയാണ് ഒബ്സർവ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് മാർക്കറ്റ് നമ്മൾ പ്രിഡിക്ഷൻ അല്ല ഒബ്സർവേഷൻ ആണെന്ന് പറയാനുള്ള കാരണം, അതേ ഒരു ടൈപ്പ് ഓഫ് ബൈയിങ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ ഇത്രത്തോളം ബൈയിങ് ഇല്ലെങ്കിലും കൂടിയിട്ട്, ഫോർ എക്സാമ്പിൾ നമുക്ക് വോളിയത്തിന് മുകളിൽ ഒരു ലൈൻ വരയ്ക്കാം. ഈ വോളിയത്തിന്റെ അപ്പർ സൈഡ് ഇതല്ലേ, അതുപോലെ തന്നെ ഈ വോളി ഇവിടേക്ക് വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ കമ്പാരിറ്റീവ്ലി ഈ വോളിയത്തിനനുസരിച്ചിട്ട് ഈ വോളി എന്ത് ചെയ്തിട്ടില്ല, മാർക്കറ്റിലേക്ക് വന്നിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ്ലി വന്ന ഈ ഒരു വോളിയത്തിനെ കമ്പയർ ചെയ്തിട്ട് ഈ വോളിയം ടോപ്പ് മോസ്റ്റ് വോളിയം ആണ്, സ്പൈക്ക് ആണെന്ന് വെച്ചിട്ട് നമ്മൾ മുകളിലേക്ക് ബൈ ഇടും. അങ്ങനെ ബൈ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് ലോസ് ഇവിടെ 100 ആണ് ഇവിടെ. സോ എന്താണ് റിയൽ വോളിയം, ഫേക്ക് വോളിയം, ഏത് വോളിയത്തിലാണ് നമ്മൾ ട്രേഡ് ചെയ്യപ്പെടേണ്ടതെന്ന് മാർക്കറ്റിന് ഡീകോഡ് ത്രൂ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. കാരണം ഇവിടെ എന്തുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ല, ഇതൊരു റിയൽ ലിക്വിഡിറ്റി പൂൾ അല്ല. അതുകൂടാതെ ഇവിടെ ഈ ഒരു സെയിം ആയിട്ട് ഈ സെയിം ലെവലിനാണ് അടുത്ത വോളിയം പഞ്ച് ചെയ്യുന്നത്. ഇതും എന്തല്ല, റിയൽ ലിക്വിഡിറ്റി അല്ല. നമ്മൾ പറയുന്ന പോലെ റിയൽ ലിക്വിഡിറ്റി കിടക്കുന്നത് 4644 താഴത്താണ്. മനസ്സിലായി? ഇതാണ് റിയൽ ലിക്വിഡിറ്റി ഒന്നുകൂടെ വരുന്നത്. ഇതെന്ന് പറയുന്നത് റീസെന്റ് ഉണ്ടാക്കിയിട്ടുള്ള സ്വിംഗ് ഹൈസ് ആണ്. അപ്പോൾ റീസെന്റ് സ്വിംഗ് ഹൈസ് എന്താണ്, ഓർഡർ ഫ്ലോ എന്താണ്, അതുപോലെ തന്നെ നമുക്ക് ഡെൽറ്റ എങ്ങനെയാണ് നമുക്ക് ഡീകോഡ് ചെയ്യുക, അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് ഡെൽറ്റ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യുക,
അതുപോലെ തന്നെ പലരും ഫിബൊനാച്ചി റീട്രേസ്മെന്റും അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റും വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. മനസ്സിലായില്ലേ? കോൾ ഓപ്ഷൻസും പുട്ട് ഓപ്ഷൻസും ഗോൾഡിൽ വെച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് മാർക്കറ്റിനെ നമ്മൾ കാണേണ്ട രൂപം എന്നുള്ളതാണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത് ട്രേഡേഴ്സ് ക്യാൻഡിൽസ് ആണ് കാണുക, പ്രൊഫഷണൽസ് എന്താണ് കാണുക, റീസൺ ബിഹൈൻഡ് ദ ആക്ഷൻ. ഓക്കെ, സോ കോർ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരിക്കലും റാൻഡം മൂവ്മെന്റ് നടത്തില്ല. മാർക്കറ്റ് എപ്പോഴും എങ്ങനെ മൂവ് ചെയ്യുക, ഒരു ലിക്വിഡിറ്റിയോട് കൂടിയും ഒരു ഇന്റൻഷനോട് കൂടിയിട്ടേ മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. റീറ്റെയിൽ ട്രേഡേഴ്സ് ഇവിടെ കാണുന്നത് സപ്പോർട്ടും റെസിസ്റ്റൻസും ബ്രേക്ക്ഔട്ടുകളുമാണ്. പ്രൊഫഷണൽസ് കാണുക എവിടെയാണ് ലിക്വിഡിറ്റി പൂൾസ് ഉള്ളത്, എവിടേക്കാണ് സ്റ്റോപ്പ് ലോസ് ഹണ്ട് ഉള്ളത്. അതായത് ഒരു ഫേക്ക് മൂവ്സ് വന്നിട്ടുണ്ടോ, ഒരു റിയൽ മൂവ്മെന്റ് നടത്തുന്നതിന് മുന്നേ ഒരു ഫേക്ക് മൂവ്മെന്റ് മാർക്കറ്റ് നടത്തും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് വന്നിട്ടുണ്ടോ. അതായത് അത്തരം കാര്യങ്ങൾ പ്രൊഫഷണൽസ് മാർക്കറ്റിനെ നോക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് എപ്പോഴും ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ചെയ്യുക എന്നുള്ളൊരു ഒരു ഒരു സെറ്റപ്പിലാണ് മാർക്കറ്റ് മൊത്തം ഡിസൈൻ ചെയ്ത് വെച്ചിട്ട്. അതുകൊണ്ടാണ് ദ മാർക്കറ്റ് ഇസ് ഡിസൈൻ ടു ദ ട്രാപ്പ് മെജോറിറ്റി ബിഫോർ മൂവിങ് ദ റിയൽ ഡയറക്ഷൻ. അതായത് റിയൽ ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് ആദ്യം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലാൻ എന്താണോ എന്നുള്ളത് അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്തിരിക്കും മാർക്കറ്റ്, ഒട്ടുമിക്ക ഫേക്ക് മൂവ്മെന്റ് നടത്തിയിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സിനെ ട്രാപ്പ് ആക്കിയിരിക്കും. അപ്പൊ മാർക്കറ്റ് ഡയറക്ഷൻ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡീകോഡ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഡീകോഡ് ചെയ്യപ്പെടുമ്പോൾ റിയൽ പ്രൈസസ് എവിടേക്കാണ്, റിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടേക്കാണ് ഓർഡർ പഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ അറിയത്തുള്ളൂ. ഓക്കെ, സോ വാട്ട് അതേഴ്സ് സീ വാട്ട് യു സീ. നമ്മൾ കാണുന്നത് ബ്രേക്ക്ഔട്ടുകളിൽ ബൈ ചെയ്യുക, ബ്രേക്ക് ഡൗണുകളിൽ സെല്ല് ചെയ്യുക. റിയൽ സ്മാർട്ട് മണി എന്താ ചെയ്യുന്നത്, ബ്രേക്ക്ഔട്ടുകളിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുക ചെയ്യുന്നത്. റിവേഴ്സലിൽ അവർ എന്ത് ചെയ്യും, പ്രൈസിനെ കണ്ടിന്യൂ ചെയ്യും. സോ നമ്മൾ അതായത് വെൻ അതേഴ്സ് എൻ്റർ, അത് റീറ്റെയിൽ ട്രേഡേഴ്സ് എൻ്റർ ചെയ്യുമ്പോൾ അവരെന്താ ചെയ്യുന്നത്, നമ്മൾ ഒബ്സർവ് ചെയ്യാണ് നമ്മളെ ലിക്വിഡിറ്റി എവിടേക്കാണ് ഉള്ളത് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പാനിക് ആകുമ്പോൾ അവരെന്താ ചെയ്യുന്നത്, ഓർഡർ എക്സിക്യൂഷൻ ചെയ്യുന്നത്. ആ ഈ ഒരു സിനാരിയോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ചാർട്ടിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോയിട്ടുള്ളത്. ഇത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, എങ്ങനെയാണ് ഒരു എൻട്രി ലോജിക്ക് എന്ന് കുറിച്ചിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഓർഡർ ഫ്ലോ എന്തുകൊണ്ട് പഠിക്കണം, അതുപോലെ തന്നെ റിയൽ ഓർഡർ ഫ്ലോ എന്താണ് എന്നുള്ളതിന്റെ ഒരു കാര്യങ്ങൾ. അത് ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു ബാറ്റിലാണ് ഓർഡർ ഫ്ലോ. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഒരു ക്യാൻഡിലുള്ള ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ബാറ്റിലാണ്. ഓക്കെ, സോ ബിഗ് പ്ലെയേഴ്സ്, അതായത് നമ്മൾ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും, പിന്നെ അവർ ഫുട് പ്രിന്റ്സ് ഇട്ട് വെക്കും ആദ്യം തന്നെ. ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ഫുട് പ്രിന്റ്സ് ഇട്ട് വെക്കും. അതിന്റെ പറയുന്ന പേരാണ് എന്ത്, ഓർഡർ ഓർഡർ ഫ്ലോ അനാലിസിസ്. അതുപോലെ തന്നെ ഐസ്ബർഗ്സ് ഓർഡേഴ്സ്. അവർ ആദ്യം തന്നെ ഓർഡർ പഞ്ച് ചെയ്ത് വെച്ച് നമുക്ക് കാണാൻ പറ്റുമ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നമ്മളെ ഡിസിഷൻ മേക്ക് ചെയ്തിട്ട് ആ ഡയറക്ഷനിലോട്ട് പോകേണ്ടത്. സോ ഓർഡർ ഫ്ലോ എന്ത് കാണിക്കുന്നുണ്ട്, ആരാണ് കൺട്രോൾ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് പറയുന്നത് ഓർഡർ ഫ്ലോ ക്രിയേറ്റ്സ് പ്രോഫിറ്റ്. അതായത് മാർക്കറ്റ് പ്രോഫിറ്റ്സ് കംസ് ഫ്രോം അണ്ടർസ്റ്റാൻഡിങ് ദ ഇന്റൻഷൻ ബിഹൈൻഡ് ദ ഓർഡേഴ്സ്, ട്രേഡിംഗ് വിത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ നോട്ട് അഗെയിൻസ്റ്റ്. അവരുടെ ഡയറക്ഷനിലോട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യപ്പെടേണ്ടത്. അത്തരം കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു പോയിട്ടുള്ളത്. സോ അതായത് നമ്മൾ ട്രേഡ് ചെയ്യപ്പെടേണ്ടത് പ്രൈസിനേക്കാൾ ഉപരി ബിഹേവിയറിലാണ്. അവരെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബിഹേവിയർ എന്താണോ ആ ബിഹേവിയറിലോട്ടാണ് പ്രൈസ് മൂവ്മെന്റ് വരിക. സോ യു ഡോണ്ട് ഫോളോ കാൻഡിൽ, യു ഫോളോ ലിക്വിഡിറ്റി. സോ ഇത് തറോലി നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ കാണുന്ന ഒരു രീതി തന്നെ മാറും ഗൈസ്. സോ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, അത്തരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോവുക. അത് നമുക്ക് വരുന്ന അഡ്വാൻസ് സെക്ഷനിൽ നമുക്ക് ലൈവ് സെഷൻസ് ഇരുന്നിട്ട് നമുക്ക് മാർക്കറ്റിനെ എങ്ങനെയൊക്കെ ഡീകോഡ് ചെയ്യാന്നുള്ളത് നോക്കാം. അതായത് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് എന്താണോ ചെയ്യുന്നത് ആ എല്ലാ സെറ്റപ്പോട് കൂടിയിട്ടും, അതുപോലെ ബ്ലൂംബർഗ്സിന്റെ ഡാറ്റാസും, അതുപോലെ നമുക്ക് കിട്ടാവുന്ന ബുക്ക് മാപ്സ്, ATS, അതുപോലെ തന്നെ CME എക്സ്ചേഞ്ചിന്റെ ഡാറ്റാസ്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രോ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവ് സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സെഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ലൈവായിട്ട് മാർക്കറ്റിനെ ഡീകോഡ് ചെയ്ത് പഠിക്കാം. സോ മാർക്കറ്റ് എപ്പോഴും ഡാറ്റ ഓറിയന്റഡ് ആണ്. സോ സോ നെവർ ഡു എനി പ്രഡിക്ഷൻ. സോ ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യരുത്, അതിനുപരി നിങ്ങൾ ഒബ്സർവ് ചെയ്യുക മാർക്കറ്റിനെ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ട്രേഡേഴ്സിനും ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഗായ്സ്. ഓക്കെ, താങ്ക് യു. സോ നമുക്ക് നെക്സ്റ്റ് സീരീസ് ട്രേഡിംഗ് സൈക്കോളജിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.